നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. ചോറ്റാനിക്കര മകം തൊഴിലിനായി പോയ വീട്ടമ്മ വാഹനാപകടത്തിൽ മരിച്ചു. ശ്രീനാരായണപുരം വലിയകത്ത് മണികണ്ഠന്റെ ഭാര്യ 45 വയസ്സുള്ള ശ്രീജയാണ് മരിച്ചത്. ഭാര്യയെ തീവെച്ച് കൊല്ലാൻ ശ്രമിച്ച ഭർത്താവ് അറസ്റ്റിൽ. എടവിലങ്ങ് പാറയ്ക്കൽ ലാലുവാണ് അറസ്റ്റിലായത്. ലാലു വീടിന് തീ കൊളുത്തുകയും ഭാര്യയുടെ സ്കൂട്ടർ കത്തിക്കുകയും ചെയ്തു. കയ്പമംഗലത്ത് അതിമാരക സിന്തറ്റിക് മയക്കുമരുന്ന് വേട്ട. കയ്പമംഗലം കുരിക്കുഴി നിന്നും MDMയുമായി ഒരാളെ തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് ടീമും കയ്പമംഗലം പോലീസും ചേർന്ന് പിടികൂടി. വാർത്തകൾ വിശദമായി. ചോറ്റാനിക്കര മകം തൊഴിലിനായി ഭർത്താവിനോടൊപ്പം പോയ വീട്ടമ്മ വാഹനാപകടത്തിൽ മരിച്ചു. ശ്രീനാരായണപുരം ആമണ്ടൂരിൽ താമസിക്കുന്ന വലിയകത്ത് മണികണ്ഠന്റെ ഭാര്യ 45 വയസ്സുള്ള ശ്രീജയാണ് മരിച്ചത്. ഇന്ന് രാവിലെ 7:30 എറണാകുളം ഇടപ്പള്ളി ജംഗ്ഷനിലായിരുന്നു അപകടം. ബൈക്കിന്റെ ഹാൻഡിലിൽ കാർ തട്ടിയതിനെ തുടർന്ന് മണികണ്ഠനും ശ്രീജയും വീഴുകയായിരുന്നു. റോഡിൽ വീണ ശ്രീജയെ മറ്റൊരു വാഹനം ഇടിച്ചാണ് മരണം സംഭവിച്ചത്. ഭാര്യയെ തീവെച്ച് കൊല്ലാൻ ശ്രമിച്ച ഭർത്താവ് അറസ്റ്റിൽ. എടവിലങ്ങ് പാറയ്ക്കൽ ലാലുവാണ് അറസ്റ്റിലായത്. കുഞ്ഞേനിയിലുള്ള വാടക വീട്ടിൽ താമസിച്ചിരുന്ന ഭാര്യയെയും കുട്ടികളെയും തീവെച്ച് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ വീടിന്റെ ജനൽ അടിച്ചു പൊട്ടിച്ച് ജനലിലൂടെ പെട്രോൾ മുറിയിലേക്ക് ഒഴിച്ച് തീ കൊളുത്തുകയും വീടിന് മുൻവശത്ത് സൂക്ഷിച്ചിരുന്ന ഭാര്യയുടെ സ്കൂട്ടർ കത്തിക്കുകയും ചെയ്തു. ശബ്ദം കേട്ട് ഉറക്കമുണർന്ന ഭാര്യ ഉടൻ തന്നെ കട്ടിലിലെയും കിടക്കയിലെയും തീ വെള്ളമൊഴിച്ച് കെടുത്തിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. പ്രതിയായ ലാലു മുൻപ് ഭാര്യ രാഖിയെ കത്തികൊണ്ട് കുത്തിക്കൊല്ലപ്പെടുത്താൻ ശ്രമിച്ചതിന് ഇയാൾക്കെതിരെ കേസ് നിലവിലുണ്ട്. ഇൻസ്പെക്ടർ ശശിധരന്റെ നേതൃത്വത്തിൽ SIമാരായ ഹരോൾഡ് ജോർജ്, സജിനി, ASI മിനി, CPO ഗോപകുമാർ, ജാക്സൺ എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. കയ്പമംഗലത്ത് അതിമാരക സിന്തറ്റിക് മയക്കുമരുന്ന് വേട്ട. കയ്പമംഗലം കുരിക്കുഴി നിന്നും അതിമാരക സിന്തറ്റിക് മയക്കുമരുന്നായ MDMയുമായി ഒരാളെ തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് ടീമും കയ്പമംഗലം പോലീസും ചേർന്ന് പിടികൂടി. കുരിക്കുഴി പുഴങ്കരയിലത്ത് അബ്ദു താഹിറാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും 7 ഗ്രാമോളം MDMയും കണ്ടെടുത്തു. പിടിയിലായ പ്രതി തീരദേശ മേഖലയിലെ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന ശൃംഖലയിലെ പ്രധാന കണ്ണിയാണ്. വൈപ്പിൻ പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് 100ന്റെ നിറവിൽ. ബാങ്കിന്റെ ശതാബ്ദി ആഘോഷവും ഉദ്ഘാടനവും ആദ്യകാലാംഗങ്ങളെ ആദരിക്കലും മന്ത്രി P രാജീവ് നിർവഹിച്ചു. ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തതായി ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയാണ്. 100 വർഷമാണ്. 100 വർഷം ചെറുതായി തുടങ്ങി പടർന്ന് പന്തലിച്ച് ഈ നാടിൻ്റെ സാമൂഹ്യവും സാംസ്കാരികവുമായ ജീവിതത്തിൽ ഇഴുകിച്ചേർന്ന് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ പലതലങ്ങളിൽ സ്വാധീനം ചെലുത്തിയാണ്. K. ഉണ്ണികൃഷ്ണൻ MLA അധ്യക്ഷനായി. ഹൈബി ഈഡൻ MP മുഖ്യപ്രഭാഷണം നടത്തി. സ്വിഫ്റ്റ് പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ AA സൈനുദ്ദീൻ ജൈവവള വിതരണം ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV എബ്രഹാം, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് MB ഷൈനി, വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ, പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ, AP പ്രിനിൽ, അഡ്വക്കേറ്റ് NK ബാബു, ടോമി ജെയ്സൺ ജോസഫ്, ജബ്ബാർ തച്ചയിൽ, ശാന്തിനി പ്രസാദ്, ഉഷ സോമൻ, ബാങ്ക് സെക്രട്ടറി ലിസി എന്നിവർ സംസാരിച്ചു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മുഴുവൻ ഉപജില്ലകളിലും LSS USS മാതൃകാ പരീക്ഷ നടത്തുന്നതിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ ഉപജില്ലാതല മാതൃകാ പരീക്ഷ സംഘടിപ്പിച്ചു. ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 1000-ലധികം കുട്ടികൾ മോഡൽ പരീക്ഷ എഴുതി. സർക്കാർ 3 വർഷമായിട്ടും LSS USS സ്കോളർഷിപ്പ് തുക നൽകാത്തതിനാൽ യോഗം പ്രതിഷേധം അറിയിച്ചു. KPSTA ഉപജില്ലാ വൈസ് പ്രസിഡന്റ് ജോജി ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗം നഗരസഭാ കൗൺസിലർ VM ജോണി ഉദ്ഘാടനം ചെയ്തു. KPSTA സംസ്ഥാന കമ്മിറ്റി അംഗം CJ ദാമു മുഖ്യപ്രഭാഷണം നടത്തി. നിഷ PA, ജാൻസി VV, PS ഉണ്ണികൃഷ്ണൻ, EA മുഹമ്മദ് അലി, സൈജു PR, ചഞ്ചൽ PR, സൂരജ് VS എന്നിവർ നേതൃത്വം നൽകി. എടവിലങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 136ാം സ്കൂൾ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അധ്യക്ഷത വഹിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു.
നമ്മൾ ഇന്നലെ കേവലം പഠനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മാത്രം ഒരു പ്രവർത്തനം ആയിരുന്നെങ്കിൽ ഇന്ന് സമൂഹത്തിന്റെ ആകെ അതിലെ ഏതെല്ലാം തരത്തിലുള്ള ആളുകളെ ചേർന്നാണ് നമുക്ക് ഇപ്പോൾ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നത്. നമുക്ക് ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഒന്ന് വിദ്യാഭ്യാസം, ആരോഗ്യം, ഭവനം ഇത്തരം മേഖലകളിലുള്ള മുതൽമുടക്കാണ്. ഏറ്റവും നന്നായി അത്തരമുള്ള കാര്യങ്ങളിൽ നിക്ഷേപിക്കുക എന്നുള്ളത് ഭാവി കേരളം, നവകേരളം സൃഷ്ടിക്കപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് കരുതുകയാണ്. ഈ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും അറിയാലോ ഈ സ്കൂൾ എങ്ങനെയായിരുന്നു എന്നുള്ളത്. എങ്ങനെയാണ് ഈ സ്കൂൾ, ഏത് സ്കൂൾ എടുത്താലും ആ സ്കൂളുകളെല്ലാം നമ്മൾ വിജയത്തിലേക്ക് പോയത് കാരണം നമ്മൾ എല്ലാവരും ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെന്റ് നല്ലവണ്ണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നല്ലോണം ഇനീഷ്യേറ്റീവായിട്ടുള്ള മുൻഗണന ക്രമത്തിൽ ആ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുക എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികളെ കുറിച്ച് ഇപ്പൊ പലപ്പോഴും ചിലരാണെന്ന് പറയാറുണ്ട്, നമ്മുടെ കുട്ടികളൊക്കെ ഈ വിദേശത്തേക്ക് പോകണമല്ലോ, നമ്മുടെ ആളിലാണ് പ്രശ്നം. വിരമിക്കുന്ന അധ്യാപകരായ പ്രിൻസിപ്പാൾ RV അനിൽകുമാർ, ഹയർ സെക്കൻഡറി സുവോളജി അധ്യാപിക ഗീത S, ഹൈസ്കൂൾ വിഭാഗം ഗണിത അധ്യാപിക CB ഫാരിസ, ഹൈസ്കൂൾ വിഭാഗം ഹിന്ദി അധ്യാപിക MN ഐഷ എന്നിവരെ ആദരിക്കുകയും സ്റ്റാഫും PTA നൽകിയ ഉപഹാര സമർപ്പണം നടത്തുകയും ചെയ്തു. തിരക്കഥാകൃത്ത് PS റഫീഖിനെ ചടങ്ങിൽ പ്രിൻസിപ്പാൾ ആദരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക, ക്ഷേമ കേരളം സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSKTU കൊരട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാവങ്ങളുടെ പടയണി സംഘടിപ്പിച്ചു. പൊതുയോഗം KSKTU ജില്ലാ സെക്രട്ടറി TK വാസു ഉദ്ഘാടനം ചെയ്തു. കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു അധ്യക്ഷത വഹിച്ചു. KSKTU ഏരിയ സെക്രട്ടറി CK ശശി, കൊരട്ടി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് KR സുമേഷ്, NJ ബെന്നി, KA ജോജി, AA ബിജു, റെയ്മോൾ ജോസ്, PA പ്രകാശൻ, KK രാജൻ, TK ശൈലജ എന്നിവർ പ്രസംഗിച്ചു. പുത്തൻചിറയിൽ KSKTUവിന്റെ നേതൃത്വത്തിൽ പടയണി സംഘടിപ്പിച്ചു. CPIM ഏരിയ സെക്രട്ടറി TK സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. പാവങ്ങളുടെ പടയണി എന്ന നിലയിൽ എല്ലാ ഗ്രാമപഞ്ചായത്തിലും പെൻഷൻകാരെയും ക്ഷേമനിധിക്കാരെയും വിളിച്ചുകൂട്ടിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് സ്വീകരിക്കുന്ന അപ്രഖ്യാപിതമായ ഉപയോഗത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് അതിനെതിരായി അതിശക്തമായ പോരാട്ടം നടത്തുന്നതിന് വേണ്ടിയുള്ള പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മള് ഈ കർഷക തൊഴിലാളി യൂണിയൻ ഇന്ന് പഴയ കാലത്തെ കുറിച്ചൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ഇപ്പൊ കടമനട്ടയുടെ 2 വരിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. PK ഉത്തമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ AV ഉണ്ണികൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി, VN രാജേഷ്, VK റാഫി, PV ഓമന, വത്സല എന്നിവർ പങ്കെടുത്തു. ഓൾ കേരള തയ്യൽ തൊഴിലാളി അസോസിയേഷൻ വൈപ്പിൻ ഏരിയ കൺവെൻഷൻ കുഴിപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് ജൂബിലി ഹാളിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം ഷീല മത്തായി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മക്കളെ വിട്ട് പഠിപ്പിക്കുന്നതിന് ഒരു തടസ്സം അവിടെയുണ്ട്. താമസ സൗകര്യമൊക്കെ അവിടെ റെഡിയാക്കി കൊടുക്കും. അതിനുള്ള പൈസയും കാര്യങ്ങളൊക്കെ. ഏരിയ പ്രസിഡന്റ് NR പ്രതാപൻ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി MS ഉണ്ണികൃഷ്ണൻ, ബേബി ബാബു, KO മൈക്കിൾ, രഞ്ജു എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി.
ചോറ്റാനിക്കര മകം തൊഴിലിനായി പോയ വീട്ടമ്മ വാഹനാപകടത്തിൽ മരിച്ചു. ശ്രീനാരായണപുരം വലിയകത്ത് മണികണ്ഠന്റെ ഭാര്യ 45 വയസ്സുള്ള ശ്രീജയാണ് മരിച്ചത്. ഭാര്യയെ തീവെച്ച് കൊല്ലാൻ ശ്രമിച്ച ഭർത്താവ് അറസ്റ്റിൽ. എടവിലങ്ങ് പാറയ്ക്കൽ ലാലുവാണ് അറസ്റ്റിലായത്. ലാലു വീടിന് തീ കൊളുത്തുകയും ഭാര്യയുടെ സ്കൂട്ടർ കത്തിക്കുകയും ചെയ്തു. കയ്പമംഗലത്ത് അതിമാരക സിന്തറ്റിക് മയക്കുമരുന്ന് വേട്ട. കയ്പമംഗലം കുരിക്കുഴി നിന്നും MDMയുമായി ഒരാളെ തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് ടീമും കയ്പമംഗലം പോലീസും ചേർന്ന് പിടികൂടി. ഇതോടെ ന്യൂസ് ടീം സമാപിച്ചു. നമസ്കാരം.